സർ, കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അൽ ഖ്വയ്ദ പോലെയുള്ള മത തീവ്രവാദ സംഘടനകൾക്ക് സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട്. അത് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരം. ഇപ്പോൾ പക്ഷേ നമ്മുടെ അന്വേഷണ ഏജൻസികൾ അത് പുറത്തേക്ക് വിടുന്നു വിവരമായിട്ട്. സാർ എങ്ങനെയാണ് കാണുന്നതിനെ? അല്ല, അത് ഇതൊരു വസ്തുതയാണ്. ആഗോള ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകൾക്ക് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തദ്ദേശവാസികളുടെ സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട്. ഈ സ്ലീപ്പിംഗ് സെല്ലിൽ രണ്ട് തരത്തിലുള്ള പ്രവർത്തകരുണ്ട്. ഒന്ന് അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവർ, അവർ ഒളിവിലാണ് പ്രവർത്തിക്കുക എല്ലായ്പ്പോഴും. വേറൊന്ന് തെളിവിൽ പ്രവർത്തിക്കുന്നവർ. ഈ തെളിവിൽ പ്രവർത്തിക്കുന്നവർ പൊതുവെ സമൂഹത്തിൽ അംഗീകാരമുള്ളവരും ആദരവുള്ളവരും സ്വീകാര്യതയുള്ളവരുമായിരിക്കും ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. അവരെ പ്രഥമ ദൃഷ്ടി ആരും സംശയിക്കില്ല. പക്ഷെ അവർ പ്രവർത്തിക്കുന്നത് ഈ ഒളിപ്രവർത്തനം നടത്തുന്ന സ്ലീപ്പിംഗ് സെല്ലിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഇവരാണെങ്കിൽ ഇവർ ഭയങ്കര മാന്യന്മാരും വളരെ നല്ലവരുമല്ലേ എന്ന് ചോദിക്കും. കൃത്രിമമായിട്ടുള്ള വിനയം, ആ വിനയമൊക്കെ കണ്ട് അവരെല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ. അവരൊരു പ്രശ്നത്തിൽ ഇടപെടുകയാണെങ്കിൽ വളരെ മാന്യമായ രീതിയിലായിരിക്കും അവർ ഇടപെടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരിതാണ് ചെയ്യുന്നത്. ഗുജറാത്തിൽ നിന്ന് മാത്രം 1024 പേരെ ഇത്തരം വിഭാഗത്തിൽപ്പെട്ടവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 1024 ഇവരുടെ ഒന്നും അംഗസംഖ്യ. എവിടെയെല്ലാം മുസ്ലിം ജനവിഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് താമസിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇവരുടെ സ്ലീപ്പിംഗ് ബിൽസും സ്വാഭാവികമായിട്ട് വന്നു ചേരും. അവരെ അതിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവരുടെ പ്രവർത്തനങ്ങൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് ക്രമേണ വ്യാപിച്ചുകൊണ്ടിരിക്കും. ഈ സ്ലീപ്പിംഗ് സെൽസിനുള്ള ഏറ്റവും വലിയ തകരാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ ഒരു ഉപദ്രവവും ചെയ്യില്ല. അവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ശരീരത്തിൽ കടന്നുകൂടി പ്രവർത്തിക്കാതെ ഇരിക്കുന്ന ചില രോഗാണുക്കളെ പോലെയാണിത്. പക്ഷെ ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ ഈ രോഗാണുക്കളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ വൈലോപ്പിള്ളി പറഞ്ഞ രീതിയിൽ വസന്തത്തിൻ്റെ സുഗന്ധം ഞാൻ ആസ്വദിക്കുന്ന ആ വായുവിൽ ഈ വൈറസ് രോഗാണുക്കൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം കാണുകയാണ്. അപ്പോൾ ഈ വൈറസ് രോഗാണുക്കളെ പോലെ ഇതിങ്ങനെ പതുങ്ങിയിരിക്കുന്നവരാണ് ഈ സ്ലീപ്പിംഗ് സെല്ലിൽപ്പെട്ടവർ. പക്ഷെ ഒരു സന്ദർഭത്തിൽ അവരുടെ ആവശ്യം വരുമ്പോൾ ഈ ഓവർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരും അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരും, അതായത് ഒളിവിലും തെളിവിലും പ്രവർത്തിക്കുന്നവരും ഒരുമിച്ച് വന്നിട്ട് ഇതിനു വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കും. കാശ്മീരിൽ അതാണ് സംഭവിച്ചത്. കാശ്മീരിൽ ഇപ്പോൾ 15 പേരുടെ പേരുകൾ കിട്ടിക്കഴിഞ്ഞു. ഈ സ്ലീപ്പിംഗ് സെല്ലിൽപ്പെട്ടവരാണ്. ആ 15 പേരാണ് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ചുറ്റിപ്പറ്റി നിന്നിരുന്നവർ. ഇതിനു മുൻപ് അവരെ സംശയിച്ചിട്ടില്ല ആരും. കാരണം അവരിതിനകത്തൊന്നും ഇടപെടുന്നവരായിട്ട് തോന്നിയിട്ടേ ഇല്ല. പക്ഷെ ആ 15 പേരല്ല അത്. ആ 15 പേരിലേക്കുള്ള വിവരങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ 150-300 പേരൊക്കെ അതിൻ്റെ ചുറ്റും പറ്റും ഉണ്ടായിരുന്നിരിക്കും കാശ്മീർ പോയിട്ടുള്ള സ്ഥലത്ത്. അത് വരുന്നു. ഗുജറാത്തിൽ നിന്ന് അങ്ങനെ 1024 എന്ന് പറഞ്ഞാൽ 1024 പേരല്ല. നമ്മുടെ ഗോവ 28 പേര് കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ സ്ലീപ്പിംഗ് സെൽസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. അവർ പേറോളിലുമാണ് ഇവരുടെ. ഇപ്പം ഈ കാശ്മീർ സംഭവം വന്നത് ഇത് ഇത്രയും ഇവരെ അസ്വസ്ഥരാക്കാനുള്ള കാരണം ഒരു കോടി എത്ര പേരാണ് കാശ്മീരിൽ സന്ദർശകരായിട്ട് പോയത്? 1.29 പേര്. 1.29 പേര് കാശ്മീരിൽ സന്ദർശകരായി പോയി എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു സന്ദർശകൻ 10,000 രൂപ വെച്ച് മിനിമം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. മിനിമം. അപ്പോൾ എത്ര കോടി രൂപയാണ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്?
ഇത് അവിടുത്തെ മറ്റെന്താണ് തടാകത്തിൽ ദാൽ തടാകത്തിൽ ഫെറി നടത്തുന്നതിന് കിട്ടും, അതെ വഴിയോരത്തിരുന്ന് കച്ചവടം നടത്തുന്നതിന് കിട്ടും, അതെ, ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്നവർക്ക് കിട്ടും, കുതിരപ്പുറത്ത് കയറ്റുന്നതിന് കിട്ടുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് കൂടാതെ തന്നെ അവിടെ നിന്നുകൊണ്ട് ഗൈഡുകൾക്ക് കിട്ടുന്നു, ഹോട്ടലുകൾക്ക് കിട്ടുന്നു, വൻകിട സംവിധാനത്തിന് കിട്ടുന്നു, ചെറുകിടക്കാർക്ക് കിട്ടുന്നു. അപ്പോൾ 1,29,000 × 10,000, അപ്പോൾ എത്രയോ വരുന്നു. അത്രയും പേര്, എനിക്കതിൻ്റെ കണക്ക് ഇപ്പോൾ കൃത്യം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു വളർച്ച ഉണ്ടാകും. അല്ല, അതിനകത്ത് അങ്ങനെ അത്രയും പേര് കാശ് ചെലവാക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് കാശെത്തി. ഓട്ടോറിക്ഷക്കാരൻ മുതൽ പെട്ടിക്കടക്കാരൻ മുതൽ വഴിയേരത്തിരിക്കുന്നവൻ മുതൽ ഇങ്ങോട്ട് എല്ലാവരുടെ കയ്യിലും പെട്രോൾ ബങ്കിൻ്റെ പേരിൽ അത് തൂക്കാൻ നിൽക്കുന്നതിൻ്റെ ഇങ്ങനെ എല്ലാവരുടെ കയ്യിലും പണം വന്ന്. അതായത് ഒരു കാലത്ത് ആപ്പിൾ വളർന്ന് വന്ന് ആപ്പിൾ ഫലഭൂയിഷ്ടമായിട്ട് വന്ന് അതിൻ്റെ വിളവെടുക്കുമ്പോൾ മാത്രമാണ് അവിടെ വരുമാനം കിട്ടിയതെങ്കിൽ ഇന്ന് എല്ലാ മേഖലയിലേക്കും എല്ലാ മേഖലകളിലേക്കും അവരുടെ സന്തോഷം കൂടിയല്ലേ? സന്തോഷം കൂടുന്നതല്ല, അവർക്ക് ജീവിതത്തിൽ ഇങ്ങനെയും ജീവിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. മറ്റേത് പേടിച്ച് കഴിയണമായിരുന്നു. മറ്റത് പേടിച്ച് കാശ് കിട്ടുന്നു, മറ്റത് തീവ്രവാദികൾ കൊടുക്കുന്ന ചെറിയ തുക മാത്രമാണ് കിട്ടുക. ഇത് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം. ഇത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന. എന്തായാലും ശരിയാണ്, ഈ 10,000 വെച്ച് ഇത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 1,29,000 × 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. ഏതാണ്ട് 12,000 കോടിയിലേറെ രൂപ അവിടെ സ്പെൻഡ് ചെയ്യപ്പെട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ഓവർ ചെയ്ത് കിടക്കുകയല്ലേ. അതെ. അപ്പോൾ അവിടുത്തെ ടാക്സിക്കാരൻ്റെ കയ്യിലും ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിലും പെട്ടിക്കടക്കാരൻ്റെ കയ്യിലും ഷൂ നന്നാക്കുന്നവൻ്റെ കയ്യിലും കച്ചവടക്കാരൻ്റെ കയ്യിലും ഒക്കെ കാശ് വന്നു. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഒരു റിച്ച്നെസ്, അതിൻ്റെ ഒരു ധനസമൃദ്ധി ഇവർ അനുഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അതിൽ നിന്ന് മാറി ഇതിനകത്തേക്ക് വന്നു. അത് മറ്റവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ ആധിപത്യത്തിന് കുഴപ്പം സംഭവിക്കുന്നു. അപ്പോൾ അവരുടെ ആധിപത്യം പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നിരപരാധികളെ കൊന്നേ പറ്റൂ. ആ നിരപരാധികളെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അവർ മതം ഉപയോഗിക്കും. പക്ഷേ ഈ പ്രാവശ്യം പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇവരുടെ കൂടെ നിന്നില്ല. പേടിയില്ലാതെ തന്നെ ആളുകൾ ഇതിൽപ്പെട്ട വിക്ടിംസിനെ സഹായിക്കാനുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല. വിക്ടിംസ് ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ പോലീസും പട്ടാളവും അല്ലാതെ നാട്ടുകാരും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ രാമേന്ദ്രൻ്റെ മകൾ പറഞ്ഞില്ലേ, എനിക്ക് എന്നെ 2 സഹോദരങ്ങളുണ്ടായിരുന്നു, അവരാണ് എനിക്ക് വേണ്ട. അത് മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. സാറേ, ഈ വിനോദസഞ്ചാരികളിൽ നിന്ന് കിട്ടുന്ന പണമാണ് തങ്ങളുടെ ഉപജീവന മാർഗമെന്ന് കശ്മീരിലെ ജനതകൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ആ സഹായവുമായി അവർ വന്നത്. അതുമാത്രമല്ല, അതിൽ നിന്നുള്ള വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ സാമാന്യ അന്തസ്സായിട്ട് മനുഷ്യന് ജീവിച്ചു പോകാൻ കഴിയുന്ന വരുമാനം കിട്ടുമെന്ന് വരെയാണ്. ഈ എത്ര 12,000 കോടിയിലേറെ രൂപ എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾ കണക്കൂട്ടിയെടുക്കണം. ആ അത്രയും കോടി രൂപ ചെതറിക്കിടക്കുകയാണ്. അതെ, ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തല്ല, ചെതറിക്കിടക്കുകയാണ്. അതിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിന് കിട്ടി, ടാക്സിക്കാരന് കിട്ടി, വിമാന കമ്പനിക്കാർക്ക് കിട്ടി, അവിടുത്തെ ചായക്കടക്കാർക്ക് കിട്ടി, ഹോട്ടലുകാർക്ക് കിട്ടി, ടാക്സി സർവീസുകാർക്ക് കിട്ടി, കുതിര സവാരിക്കാർക്ക് കിട്ടി, പിന്നെ അവിടെ വഴിയെടുത്തിരുന്ന് ചെറിയ സാധനങ്ങൾ വിൽക്കുന്നവർക്ക് കിട്ടി. ഇതൊക്കെ കിട്ടി വരുമ്പോഴേക്കും ഇതിങ്ങനെ ഈ പണം സാധാരണക്കാരനിലേക്ക് 12,000-ലേറെ കോടി രൂപ സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിച്ചേർന്ന്. അതാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ധരിക്കും? ഞാൻ ചോദിക്കട്ടെ, കാശ് കിട്ടി നേരെ ജീവിക്കാനുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ക്രിമിനൽ ഉള്ളവൻ മാത്രമല്ലേ തീവ്രവാദത്തിന് പോവുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാത്തവൻ ഇങ്ങനെ ജീവിച്ചു പോയാൽ പോരെ. പിന്നെ മറ്റത് ഇത് ഇവിടെ കൊന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇത് കിട്ടും എന്നുള്ളതിന് ഇതുവരെ ഒരു ഉറപ്പുണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഹൂറികളുമായിട്ട് രമിച്ച് കഴിയുന്ന ഒരുത്തൻ തിരിച്ചു വന്ന് നമ്മോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവം ഗബ്രിയേലിനോട് പറഞ്ഞ്, ഗബ്രിയേൽ മുഹമ്മദിനോട് പറഞ്ഞ്, മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു വിവരം മാത്രമേ ഉള്ളൂ. ഇതൊന്നും വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, നമുക്ക് ഇവിടെ തന്നെ അത്യാവശ്യം സാമാന്യം മനുഷ്യരെ പോലെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി വരുന്നു എന്ന് കാണുമ്പോഴാണ് ഇത് വരുന്നത്. അവിടെയാണ് ഈ സ്ലീപ്പിംഗ്
കേരളത്തിലും ഈ സ്ലീപ്പിംഗ് സെല്ല് ധാരാളമുണ്ട്. കളമശ്ശേരി കേസ് നടന്ന സമയത്ത് സ്ലീപ്പിംഗ് സെല്ലാണ് അതിനകത്ത് ഏർപ്പാടാക്കിയത്. കേരളം ഇതിൻ്റെ ഏറ്റവും ഫെർട്ടൈൽ ലാൻഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഈ ഇസ്ലാമിക മത തീവ്രവാദികളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മത്സരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്ക്, ചന്ദനക്കുറിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവനെതിരെ അച്ചടക്ക നടപടി എടുക്കുന്ന പാർട്ടി മറ്റേ ഇത് എന്താണ് അതിൻ്റെ പേര്, ആ ഒരു ഇതില്ലേ, ഹമാസിന്റെ മറ്റേ സ്കഫിയ, അതൊരു സ്കാർഫ് പോലുള്ള സാധനം ചുറ്റിയാൽ അത് ഇട്ട് പോകുന്നത് വലിയ അന്തസ്സിന്റെ ചിഹ്നമായിട്ട് പറയണ ഇവര്. അതെ. പിന്നെ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നവർ തന്നെയാണ് എന്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, നിസ്കാരത്തിന് സമയം അനുവദിക്കുന്നത്. അതെ. അപ്പോ ഈ പ്രകടമായ മതപ്രീണനത്തിലൂടെയും തീവ്രവാദ പ്രീണനത്തിലൂടെയും പരിപോഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ ഇത്തരത്തിൽ ഈ ഒളിവിലും തെളിവിലും പ്രവർത്തിക്കുന്ന സ്ലീപ്പിംഗ് സെൽസുകൾ ധാരാളമുണ്ട്. അത് മലപ്പുറത്ത് മാത്രമല്ല, മലപ്പുറത്തിന് പുറത്തേക്കും ഉണ്ട് എന്നുള്ള വസ്തുതയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ കേരളത്തിൽ അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തതായിട്ട് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. ബാക്കി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വന്നു, കേരളത്തിൽ പക്ഷെ വന്നിട്ടില്ല. ഉണ്ടാകുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.